വെൽക്കം ടു ട്യൂട്ടി ടൂട്ട്. 2024 ഫെബ്രുവരി 20 നടന്നിട്ടുള്ള SSC GD എക്സാമിനേഷൻ്റെ ഷിഫ്റ്റ് 1 റീസണിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറേഞ്ച് ദ ഗിവൺ വേർഡ് ഇൻ ദ സീക്വൻസ് ഇൻ വിച്ച് ദേ ഒക്കർ ഇൻ ദ ഡിക്ഷണറി. ഡിക്ഷണറിയുടെ ഓർഡറിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൽഫബറ്റിക് ഓർഡറിൽ ഈ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് വരിക, ഏത് ഓർഡറിലായിരിക്കും ഉണ്ടാവുക, അത്രയുള്ള ക്വസ്റ്റ്യൻ. സോ ഇതിന് നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ആദ്യം എടുക്കാം. എല്ലാ വേർഡ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി എന്ന് പറയുന്ന ലെറ്ററിലാണ്, അത് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞു. സെക്കൻഡ് ലെറ്റർ നോക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും സെക്കൻഡ് ലെറ്റർ വരുന്നത് ഇ ആണ്, അതും നമ്മൾ ഒഴിവാക്കി കളഞ്ഞു. തേർഡ് ലെറ്റർ നോക്കുന്ന സമയത്ത് അത് എ ആണ് എല്ലാ ടേമിനും വരുന്നത്. സോ ഇനി ബാക്കിയുള്ളത് വെച്ച് നമ്മളൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. നോക്കുന്ന സമയത്ത് RNLDT ഇതാണ്. അപ്പോൾ ഡിക്ഷണറിയുടെ ഓർഡറിലോട്ടേക്ക് ചിന്തിക്കുന്ന സമയത്ത് ആദ്യം വരുന്ന വേർഡ് ഏതാണ്? ഡിയിൽ തുടങ്ങുന്നതായിരിക്കും ഫസ്റ്റ് വേർഡ്. നെക്സ്റ്റ് നോക്കുന്ന സമയത്ത് എൽ ആണ് നെക്സ്റ്റ് വരിക. അടുത്തത് എൽ കഴിഞ്ഞതിന് ശേഷം വരുന്നത് N ഉണ്ട്, R ഉണ്ട്, T. N ആണ് മൂന്നാമത്തത്. R കഴിഞ്ഞിട്ടാണോ T? അതെ. സോ ഇത് നാലാമത്തതും ഇത് അഞ്ചാമത്തതും. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് 4, 3, 2, 1, 5. 4, 3, 2, 1, 5. ഓപ്ഷൻ 2 ആൻസർ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. സിറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം എത്ര ആളുകളുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്തെടുക്കണം. അതിനുശേഷം അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഏത് സ്ട്രക്ചറിലാണ് അവർ ഇരിക്കുന്നത്, സർക്കുലറിലാണോ സ്ട്രെയിറ്റ് ആയിട്ടാണോ എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താം. അതിനുശേഷം കുറച്ച് പസിൽസ് തന്നിട്ടുണ്ടാവും. ആ പസിൽസ് സോൾവ് ചെയ്തെടുത്ത് ആ സ്ട്രക്ചറിലോട്ടേക്ക് ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. സോ നോക്കുന്ന സമയത്ത് 8 ബോയ്സ്. അപ്പോൾ നമ്പർ ഓഫ് ആളുകൾ 8 പേരാണ്, നമുക്കത് കിട്ടി. B1, B2, B3 അപ് ടു B8 ആർ സിറ്റിംഗ് ഇൻ എ റോ ഫേസിങ് ടുവേർഡ്സ് ദ നോർത്ത്. നോർത്തിലോട്ടേക്ക് ഫേസ് ചെയ്തുകൊണ്ട് അവരിയ്ക്കുന്നു, വിച്ച് മീൻസ് NEWS. ഇത് ഇങ്ങനെയാണ് അവരിയ്ക്കുന്നത്, 8 പേര്. B1 to B8 ഇങ്ങനെയല്ല ഈ ഓർഡറിലുള്ളത്. ഇതാണ് അവർ ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവരിയ്ക്കുന്ന ഓർഡർ എന്താണെന്നുള്ളത് ബൈ പസിൽ സോൾവ് ചെയ്തോടെ നമ്മൾ എടുക്കണം. അപ്പോൾ അതിന് പസിൽസ് നമുക്ക് എടുക്കുകയാണ്. B6 ഈസ് 5th ടു ദ റൈറ്റ് ഓഫ് B1. B6 ഇരിക്കുന്നത് 5th ടു ദ റൈറ്റ് ഓഫ് B1 ആണ്. 1, 2, 3, 4. B1 ഇവിടെ, B1ൻ്റെ 5th ടു റൈറ്റ് ആയിട്ട് B6 ഇരിക്കുന്നു. ഈ ഒരു കാര്യം കൂടെ ഞാനിവിടെ പറയുകയാണെ. നോർത്തിലോട്ടേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന സമയത്ത് ആ വ്യക്തികളുടെ ലെഫ്റ്റ് ഈ സൈഡും റൈറ്റ് ഈ സൈഡും അല്ലേ വരുന്നത്, മാറിപ്പോരുതേ. നെക്സ്റ്റ് അടുത്ത വേർഡിലോട്ടേക്ക് വരാം. B4 ഈസ് 5th ടു ദ റൈറ്റ് ഓഫ് B5. B4 ഇരിക്കുന്നത് 5th ടു ദ റൈറ്റ് ഓഫ് B5. B5ൻ്റെ 5ാമത് ആയിട്ടാണ് ഇരിക്കുന്നത്. B5 ഇവിടെ, B5ൻ്റെ ഇടയിൽ 4 പേര്, 5ാമത്തെ വ്യക്തിയായിട്ട് B4 ഇരിക്കുന്നു. B5 ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് B1. B5 എന്ന് പറയുന്നത് B1ൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. ഇത് ലെഫ്റ്റും ഇത് റൈറ്റും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് വെച്ചതാണേ. B1ൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ B5 ഇരിക്കുന്നു. ഇവിടെ ആയില്ലേ, പൊസിഷനായി. സോ ഇനി ഇതിൻ്റെ ആവശ്യം, ഡാറ്റയുടെ ആവശ്യം നമുക്കില്ല. ഇത് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് വെക്കാം. എത്ര പേര് കഴിഞ്ഞിട്ടാണ് B4 ഇരിക്കുന്നത്? 1, 2, 3, 4, 5. B5 ഇവിടെ എഴുതി. 1, 2, 3, 4, 5. ഓക്കെ ആണോ? നമുക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത ഡാറ്റ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞു. B8 ഈസ് 3rd ടു ദ ലെഫ്റ്റ് ഓഫ് B4. B8 എന്ന് പറയുന്നത് 3rd ടു ദ ലെഫ്റ്റ് ഓഫ് B4. B4ൻ്റെ 3rd ടു ദ ലെഫ്റ്റ് ആയാണ് B8 ഇരിക്കുന്നത്. ഓക്കെ ആണോ? അത് അവിടെ നിന്നോട്ടെ, ആവശ്യമുണ്ട് വരും. B2 ഈസ് 3rd ടു ദ റൈറ്റ് ഓഫ് B7. B2 എന്ന് പറയുന്നത് B7ൻ്റെ 3rd ടു ദ റൈറ്റ് ആണ്. B7 ഇവിടെ ഇരുന്നാൽ 3rd ടു റൈറ്റ് ആയിട്ട് B2 ഇരിക്കുന്നു. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തത് എന്താ? B7 ഈസ് ഇമ്മീഡിയറ്റ് നൈബർ ഓഫ് B1. B1 അതാ ഇവിടെ ഇരിക്കുന്നുണ്ട്.
B1ൻ്റെ ഇമ്മീഡിയറ്റ് നെയ്ബറാണ് ഈ പറഞ്ഞിട്ടുള്ള B7 എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ്. ഇമ്മീഡിയറ്റ് നെയ്ബർ എന്ന് പറയാൻ ഒന്നെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരാൾ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. സോ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാൻ മാത്രമേ ആ സ്പേസ് ഉള്ളൂ B7. ഇതിന് ബാക്കി ഇതിലോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്തൂടെ? 2 പേര് ഇവിടെ ബാക്കി സ്പേസിൽ കഴിഞ്ഞതിന് ശേഷം B2 ഇരിക്കുന്നു. അത് ഇവിടത്തോട്ടേക്ക് ആഡ് ചെയ്യുന്നു. 2 പേര് ഇവിടെ കഴിഞ്ഞതിന് ശേഷം B2 ഇവിടെ ഇരിക്കുന്നു. ഇനി മുഴുവൻ ഇതും കൂടി ഇതിലോട്ടേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ബാക്കി ഫൈനൽ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് സിറ്റിംഗ് ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് B1? B1ൻ്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഇരിക്കുന്ന ആൾ ആരാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഫൈനൽ ആൻസർ നമുക്കിതാ B7 കിട്ടിക്കഴിഞ്ഞു. വേണമെന്നുണ്ടെങ്കിൽ ഈ സിറ്റിംഗ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു ഡാറ്റ നമുക്ക് കിട്ടി ഒഴിവാക്കി B8ഉം B4ഉം തമ്മിൽ B4 കഴിഞ്ഞിട്ട് 2 പേര് കഴിഞ്ഞതിന് ശേഷം B8 ഇവിടെ ഇരിക്കുന്നു. 1 2 കഴിഞ്ഞാൽ B8 ഇവിടെ ഇരിക്കുന്നു. ഇനി ആരാ ബാക്കിയുള്ളത്? 1 2 3 B3 ഇവിടെയും വരും. ഇതൊന്ന് പ്രാക്ടീസിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. നമുക്ക് ആൻസർ കുറച്ച് മുന്നേ തന്നെ കിട്ടിക്കഴിഞ്ഞു. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് വേർഡ് ഇൻ ദ സെയിം വേ ആസ് ദ സെക്കൻഡ് വേർഡ് ഈസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് വേർഡ്. ഇത് 2 പേഴ്സാണ്, അത് മനസ്സിലാക്കുക ആദ്യം. ഈ വേർഡും തമ്മിൽ റിലേഷൻ ഉണ്ട്. സിമിലർലി ഇവിടെ ഈ വേർഡും അടുത്തൊരു വേർഡും തമ്മിൽ ആ സിമിലറായിട്ട് വരുന്ന വേർഡ് പെയർ എന്തായിരിക്കും? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബൈസിക്കിൾ പെഡൽ. ബൈസിക്കിൾ മുന്നോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പെഡൽ ചവിട്ടിക്കൊണ്ടല്ലേ പോകുന്നത്. സോ സിമിലർലി കാറ് മുന്നോട്ടേക്ക് പോകുന്നെങ്കിൽ ഷവൽ വെച്ചിട്ട് നീങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഡോറ് കാറിൻ്റെ ഒരു പാർട്ടാണ്, പക്ഷേ ഡോർ ഉള്ളത് കൊണ്ടാണോ കാറ് മുന്നോട്ട് നീങ്ങുന്നത്? അല്ല. ഹാമർ വെച്ചിട്ടാണോ കാറ് മുന്നോട്ട് പോവുക? അല്ല. വീൽ, അതൊരു നല്ലൊരു ചോയ്സാണ്. കമ്പാരിറ്റീവിൽ നോക്കുന്ന സമയത്ത് വീൽ ഉണ്ടെങ്കിൽ കാർ മുന്നോട്ടേക്ക് പോകും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. In the following question, select the figure which can be placed at the sign of question mark from the given alternative. നമുക്കിവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻ മാർക്ക് തന്നിട്ടുള്ള ഇതിൽ വരുന്ന ഏതാണ് ഈ ഓപ്ഷൻസിൽ ഉണ്ടാവുക? ഒരു പ്രാവശ്യം പറയണ്ടേ. In the following question, select the figure which can be placed at the sign of question mark from the given alternatives. 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നമുക്ക് 4 പാറ്റേൺ തന്നിട്ടുണ്ട്. 5ാമതൊരു ബോക്സ് കൂടെ ഉണ്ട്. ആ ബോക്സിൽ ഏതായിരിക്കും ഉണ്ടാവുക? സീക്വൻസ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. 1, ഇതിൽ 2 എണ്ണം, ഇവിടെ 3 എണ്ണം, ഇവിടെ 4. സോ വിച്ച് മീൻസ് ഇവിടെ 5 ബോക്സ് വേണം. ഓപ്ഷൻ നോക്കുന്ന സമയത്ത് എല്ലാത്തിലും 5 ബോക്സ് ഉണ്ട്. സോ അതിൻ്റെ പാറ്റേണിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് നോക്കാം. ഇത് ഹൊറിസോണ്ടലുള്ളൊരിത്. അതിന് 2ാമതെണ്ണം വന്നത്, 2ാമത്തത് എങ്ങനെയാണ്? 90 ഡിഗ്രി ടേൺ ആയതിനു ശേഷം ഓർ വെർട്ടിക്കലി എന്നുള്ള രീതിയിൽ പറയാം. അതിൻ്റെ ഇന്നറായിട്ട് തന്നിട്ടുള്ള ആ പിക്ചർ. 3ാമത്തതിൽ നോക്കുന്നതോ ഈ 2 സാധനം അതേപോലെ വന്നിട്ടുണ്ട്. ദെൻ അടുത്തത് എന്തായി? ഈ 2ാമത്തെ പിക്ചറിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, അത് ആൾട്ടർനേറ്റീവായിട്ട് വന്നതാണെന്ന് പറയാം. 3ാമത്തെ പിക്ചർ അടുത്ത 4ാമത്തെ പിക്ചറിലോട്ടേക്ക് നോക്കുമ്പോഴോ ഈ 3 സാധനവും അതേപോലെ വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഓർഡർ നോക്കുന്നതിന് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, അതേ ഓർഡറിലാണ്. സിമിലർലി ഏതായിരിക്കും ഇവിടെ വരാൻ സാധ്യത? ഈ 4 പിക്ചറും ഇവിടെ വരും. പ്ലസ് ഇതിപ്പോൾ ഏതാ ഓർഡർ മാറിയത്? ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ. ഇത് 90 ഡിഗ്രി ടേൺ ആവണം. അല്ലെങ്കിൽ എങ്ങനെ പറയും? ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു ഇമേജ് ഇവിടെ കയറി വരണം. ഇങ്ങനെ വരും എന്ന് വെച്ച് മീൻസ് ഇവിടെ ഈ 4 ഇമേജും പ്ലസ് ഇത്. അങ്ങനെ ഒരു ചോയ്സ് ഇതിലുണ്ടോ? ഓപ്ഷൻ ബി ആൻസർ ആയില്ലേ? ഇതും സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി പറയാണ്, സ്കിപ്പ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ആദ്യം എത്ര ആൾ ഇരിക്കുന്നു എന്നുള്ളത് എടുക്കുക. ദെൻ അത് ഏത് സ്ട്രക്ചറിലാണ് അവരിയ്ക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പസിൽസ് സോൾവ് ചെയ്യുക, ആ സ്ട്രക്ചറിലോട്ടേക്ക് ആഡ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. സോ നോക്കാം. 5 ഫ്രണ്ട്സ്, അലക്സ്, ബെൻ, ക്രിസ്, ഡേവിഡ് ആൻഡ് എമ്മ. ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ആദ്യം എടുക്കണേ. കാരണം ശ്രദ്ധിച്ചോ, A B C D ആൻഡ് E. എമ്മ, അലക്സ്, ക്രിസ് എന്നൊന്നും ഇനി എഴുതില്ല. ജസ്റ്റ് അവരുടെ ആ ഫസ്റ്റ് ലെറ്റർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിങ് ദ സെൻറ്റർ. സ്ട്രക്ചറായ സർക്കുലർ ടേബിളിലാണ് അവരിയ്ക്കുന്നത്. ഫേസിങ് ടുവേർഡ്സ് എങ്ങനെ? അതിൻ്റെ സെൻറ്ററിലോട്ടേക്ക് ഫേസ് ചെയ്തുകൊണ്ടാണ് ഇവർ ഇരിക്കുന്നത്. 5 പേര് ഇത് ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യം നോക്കണ്ടുള്ളൂ. ഈ സെൻറ്ററിലോട്ടേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഈ വ്യക്തിയുടെ ലെഫ്റ്റ് ഇതും റൈറ്റ് ഇതുമായിട്ട് മാറും.
ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ടേക്ക് നോക്കുക, ഐ മീൻ ഈ ടോപ്പിൽ നിൽക്കുന്ന ഈ പൊസിഷനിൽ ഇരിക്കുന്ന ഈ വ്യക്തിയുടെ ലെഫ്റ്റ് ഇതും റൈറ്റ് ഇതുമാണ്. സിമിലർലി എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് റൈറ്റ് ജസ്റ്റ് എഴുതിയെന്നുള്ളൂ. ഇനി നമുക്ക് പസിൽസ് സോൾവ് ചെയ്ത് തരണം. അലക്സ് സിറ്റ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബെൻ. അലക്സ് ഇരിക്കുന്നത് എവിടെയാണ്? ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ബെൻ. അലക്സിന് നമ്മൾ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൻ ഇത് എവിടെ ഇരിക്കും? ബെന്നിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ് അലക്സ് ഇരിക്കുന്നത്. ഇതല്ലേ ഫസ്റ്റ് സെൻറ്റൻസ്? ഓക്കെ, അതവിടെ കഴിഞ്ഞു. അലക്സ് ഈസ് നോട്ട് സിറ്റിംഗ് നെക്സ്റ്റ് ടു ദ ക്രിസ് ഓർ ഡേവിഡ്. ഡേവിഡിൻ്റെയും ക്രിസിൻ്റെയും നൈബറായിട്ട് അല്ല ആരിയ്ക്കുന്നത്? അലക്സ് ഇരിക്കുന്നതെന്നാണ് അടുത്ത സെൻറ്റൻസ്. വിച്ച് മീൻസ് അലക്സിൻ്റെ പൊസിഷൻ എവിടെയാണ്? അലക്സിൻ്റെ നൈബറായി ഇരിക്കുക എന്ന് പറയുന്നത് ഈ പൊസിഷനാണ്. ആ പൊസിഷനിലല്ല ക്രിസും ഡേവിഡ് ഇരിക്കുന്നത്. സോ നമുക്ക് ക്രിസിന് ഇവിടെ ഇരിക്കാൻ സാധ്യതയുണ്ട്, ക്രിസും ഡേവിഡും ഇവിടെ ഇരിക്കാനും സാധ്യതയുണ്ട്. എവിടെ നമുക്ക് ഉറപ്പായില്ല, അത് അവിടെ എഴുതി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്ലേസേ ബാക്കിയുള്ളൂ. അപ്പോൾ പക്ഷേങ്കിൽ നമുക്കൊരു ഐഡിയ, ഓക്കെ, ക്രിസും ഡേവിഡും ഇരിക്കുന്നത് ഈ രണ്ട് പൊസിഷനിൽ എവിടെയെങ്കിലും ആയിരിക്കും. വിച്ച് മീൻസ് നമുക്ക് ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ, എമ്മയുടെ പൊസിഷൻ മാത്രമേ നമുക്ക് കിട്ടാൻ ബാക്കിയുള്ളൂ. ഇവിടെ രണ്ട് വ്യക്തികൾ ഇരുന്ന് കഴിഞ്ഞാൽ എമ്മയുടെ പൊസിഷൻ ഇവിടെയല്ലേ? ആണേ, ആയി കഴിഞ്ഞല്ലോ. അതൊക്കെ. നെക്സ്റ്റ് എന്താ? ഡേവിഡ് ഈസ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് എമ്മ. ഡേവിഡ് ഇരിക്കുന്നത് എമ്മയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണ്. ലെഫ്റ്റ് ഇവിടെ, റൈറ്റ് ഇവിടെ. ഡേവിഡ് ഇരിക്കുന്നത് എമ്മയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിലാണെന്ന് വെച്ചാൽ ഇത് ഇവിടെയല്ലേ ഡേവിഡ് ഇരിക്കുന്നത്. സോ ക്രിസ് ഇവിടെയല്ല ഇരിക്കുന്നത്. ക്രിസ് ഇവിടെ അല്ല ഇരിക്കുന്നത്, ഡേവിഡാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ അടുത്ത പൊസിഷനിൽ എവിടെയായിരിക്കും? ക്രിസിൻ്റെ പൊസിഷനും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കൂൾ, കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഹൂ ഈസ് സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ക്രിസ്? ക്രിസിൻ്റെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ഇരിക്കുന്ന ആളാരാണ്? ക്രിസ് ഇതോ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് റൈറ്റിൽ ഇരിക്കുന്ന ആളാരാ? ബെൻ. ഓപ്ഷൻ ബി. സിമ്പിൾ ആണല്ലോ. വിച്ച് ടു സൈൻ ഷുഡ് ബി ഇൻ്റർചേഞ്ച്ഡ് ടു മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്? ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, അതിന് ഇത് ആക്ച്വലി തെറ്റാണ്. അപ്പോൾ ഇതിൽ ഏത് സൈനുകൾ ഇൻ്റർചേഞ്ച് ചെയ്താലാണ് ഈ ഇക്വേഷൻ കറക്റ്റായി മാറുന്നത്? ബോഡ്മാസ് റൂളിൻ്റെ സപ്പോർട്ടാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അറിയാമെന്ന് വിശ്വസിക്കുന്നു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടേക്കാണ് അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് അവൈലബിൾ അല്ല, ഓർഡേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. സോ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. ഇതിന് അഡ്വാൻറ്റേജസ് നമ്മൾ എടുക്കണം. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആ ഒരു ഓർഡറിൽ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഓർഡറിൽ നമ്മൾ എടുത്താൽ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കിട്ടും. സോ ഇതിലോട്ടേക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഫസ്റ്റിലത്തെ ഓപ്ഷനിലോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു മൈനസും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഇൻറ്റുവിന് മൈനസ് ഇട്ട് കൊടുക്കുന്നു, മൈനസിന് ഇൻറ്റു ഇട്ട് കൊടുക്കുന്നു. സോ ഇക്വേഷൻ എങ്ങനെ വരും? 12 പ്ലസ് 28 21 ഡിവൈഡഡ് ബൈ 7 മൈനസ് 4. ഇങ്ങനെയാണ് ആൻസർ. സോ ഇതിപ്പോൾ ബാക്കി സോൾവ് ചെയ്യുന്ന സമയത്ത് 7ഉം 21ഉം 3 തവണ പോവും. സോ ഈ സാധനം എന്തായി? 28 പ്ലസ് 12 ഇൻറ്റു 3 36 മൈനസ് 4. എത്രയാണ് ഫൈനൽ ആൻസർ? 28 36 മൈനസ് ഇസ് ഈക്വൽ ടു 60. ആൻസർ കിട്ടി. സോ LHSഉം RHSഉം സെയിം ആണെന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടുകയാണ്. ലക്കാണ്. അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും ചെയ്ത് നോക്കണം. 3 statements are given followed by 2 conclusions numbered 1 and 2. Assume the statement to be true even if they seem to be at the variance with the commonly known fact. Decide which of the conclusion logically follows from the statement. ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ പോലെ തോന്നുമെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ഒരാളെ സംബന്ധിച്ച് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. പക്ഷേ ബൈ പ്രാക്ടീസ് ഈസി ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം. വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. കോമൺലി നോൺ ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റൊക്കെ വെച്ചിട്ട് ചിന്തിക്കുന്ന സമയത്ത് അതിൽ ലോജിക്കൊക്കെ കുറവായിരിക്കും. പക്ഷെ തന്നിരിക്കുന്ന ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണ്. ആ 3 സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് അവർ 2 കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. ആ കൺക്ലൂഷൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്കെ ആണോ? ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അല്ലാതെ പുറത്തുനിന്ന് കയറി ചിന്തിക്കരുത്. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ടൈപ്പിൻ്റെ ഒരു വരുന്നത്. ജസ്റ്റ് ഇനി നേരിട്ട് ക്വസ്റ്റ്യനിലോട്ടേക്ക് വരാം. ഓൾ ബാറ്റ്സ് ആർ പെൻ.
ഇത് നമ്മൾ വെൻ ഡയഗ്രം യൂസ് ചെയ്തുകൊണ്ടാണ് മാർക്ക് ചെയ്യുക. ഓൾ ബാറ്റ്സ് ആർ പെൻ. ബാറ്റ്സിന് ഞാൻ ഇങ്ങനെ എഴുതി. ഓൾ ബാറ്റ്സ് സർക്കുലർ വരികയാണെങ്കിൽ ഓൾ ബാറ്റ് എല്ലാ ബോളുകളും എന്താണ്, എല്ലാ ബാറ്റ്സും ബോളാണ്. ഓക്കെ, നെക്സ്റ്റ് ഓൾ ബോൾസ് ആർ ബാഡ്മിൻ്റൺ. എല്ലാ ബോളുകളും ബാഡ്മിൻ്റൺ ആണ്. ഇതാണ് തൊട്ട് മുന്നേ പറഞ്ഞത് കേട്ടോ. കോമൺലി നോൺ ആയിട്ടുള്ള ഫാക്റ്റുമായിട്ടൊന്നും റിലേഷൻ ഉണ്ടാവില്ല, പക്ഷേ ഈ തന്നിരിക്കുന്നത് മൂന്നെണ്ണം ട്രൂ ആണെന്നങ്ങ് കൺസിഡർ ചെയ്യണം. ഓൾ ബാഡ്മിൻ്റൺ ആർ വിക്കറ്റ്സ്. ബാഡ്മിൻ്റൺ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓൾ ബാഡ്മിൻ്റൺ ആർ വിക്കറ്റ്സ്. ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി കൺക്ലൂഷനിലോട്ടേക്ക് വരാം. ഓൾ ബാറ്റ്സ് ആർ വിക്കറ്റ്. ബാറ്റ്സ് ഇതാ ഇവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ബാറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ ബാറ്റ്സ് വിക്കറ്റ്സിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിരിക്കുമോ? ശരിയാണ്. ആ ഡയഗ്രാം നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആണ്. സം ബാഡ്മിൻ്റൺസ് ആർ ബാറ്റ്. രണ്ടാമത്തെ കൺക്ലൂഷൻ അതാണ്. സം ബാഡ്മിൻ്റൺസ് ആർ ബാറ്റ്. കുറച്ച് ബാഡ്മിൻ്റൺ ബാറ്റ്സ് അല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡായി നിൽക്കുന്നുണ്ടല്ലേ, കുറച്ച് ബാഡ്മിൻ്റൻ്റെ പാർട്ടായിട്ടല്ലേ ഇത് നിൽക്കുന്നത്. സോ കൺക്ലൂഷൻ 2 ശരിയാണ്. വിച്ച് മീൻസ് ഫൈനൽ ആൻസർ ഇതാണ് നമ്മുടെ ഓപ്ഷൻ. ഇതിലോട്ടേക്ക് വരണേ. 2 ഓപ്ഷനും ശരിയാണെന്നുള്ളൊരു ചോയ്സ് നമുക്കുണ്ടോ? ബോത്ത് കൺക്ലൂഷൻ 1 and 2 ഫോളോസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ദാറ്റ്സ് ഓൾ. ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ സെലക്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഗിവൺ സീരീസ്. ഒരു സീരീസ് തന്നിട്ടുണ്ട്. ലാസ്റ്റ് മിസ്സായിട്ടുള്ളത് എന്താണ് ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. ഓരോ നമ്പേഴ്സും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. ഇതിൽ നിന്ന് സംതിങ് ബിഗർ നമ്പറാണ് രണ്ടാമത്തെ നമ്പർ, അതിന് കുറവുള്ള നമ്പറാണ്, കൂടിയ നമ്പറാണ്, ദെൻ അതിൽ നിന്നും കുറവ് വന്നിട്ടുള്ളതാണ്. പക്ഷെ വലിയ വേരിയേഷൻസ് വന്നിട്ടില്ല. വിച്ച് മീൻസ് മൾട്ടിപ്ലിക്കേഷനിലോട്ടേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പവേഴ്സിലോട്ടേക്കൊക്കെ പോകാനുള്ള വലിയ സാധ്യതകൾ ഇല്ല. എന്നാലും പക്ഷേ ഇവിടെ ഇത് തമ്മിലുള്ള ഡിഫറൻസിനേക്കാളും വലിയ ഡിഫറൻസ് ഇവിടെ ഉണ്ട്. സോ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം എന്താണ് ഡിഫറൻസ് ഉള്ളത്. 142ഉം 150ഉം തമ്മിൽ എന്താ സംഭവം? 8 ആഡ് ചെയ്തിട്ടുള്ളതാണ്. 180 23ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 27ൻ്റെ വ്യത്യാസമല്ലേ? പക്ഷെ അത് കുറഞ്ഞതാണ്, മൈനസ് ചെയ്യപ്പെട്ടു. 123ഉം 187ലോട്ടേക്ക് നോക്കിയേ, എന്താ വ്യത്യാസമുള്ളത്? 64 ആഡ് ആയതല്ലേ, അഡീഷൻ ആണ് നടന്നത്. 187 62ലോട്ടേക്ക് ഒന്ന് നോക്കിയാലോ, മൈനസ് ചെയ്ത് വരികയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എത്ര തന്നെ മൈനസ് വന്നിട്ടുണ്ട്? 125ൻ്റെ കുറവാണ് വന്നിട്ടുള്ളത്. പ്ലസ് മൈനസ് വിച്ച് മീൻസ് അടുത്ത സാധനം എന്താ വരേണ്ടത്? പ്ലസ് ആണ് വരേണ്ടത്. അതെത്ര? അപ്പോൾ ഈ വന്നിട്ടുള്ള ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? 27 64 125 ഉണ്ട്. ഒന്ന് നോക്കിയേ, ഇത് 2ൻ്റെ ക്യൂബാണ്. 27 3ൻ്റെ ക്യൂബാണ്. ഇത് 4ൻ്റെ ക്യൂബാണ്. ഇത് 5ൻ്റെ ക്യൂബാണ്. സോ അടുത്തത് ഏതാ? 6ൻ്റെ ക്യൂബ്. 6ൻ്റെ ക്യൂബ് എത്ര വരുന്നു? 216 വരുന്നു. 216 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ 216 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പം 8 7 2 278 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ.